ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അസ്ട്രോളജിയിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ നമുക്ക് രോഗങ്ങൾ വരുന്ന ഭാവങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് രോഗങ്ങൾ വരാം. അതിനകത്ത് മെയിനായിട്ട് പറയുവാണെങ്കിൽ രോഗങ്ങൾ വരുത്തുന്നത് പാപഗ്രഹങ്ങളാണ് കൂടുതലും. പാപഗ്രഹങ്ങൾ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അവിടെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എത്ര ശുഭനായാലും ശരി, പാപഗ്രഹങ്ങളാണോ അവരുടെ സ്വഭാവം അവർ കാണിച്ചിരിക്കും. അതുപോലെ തന്നെ എത്ര വലിയ ശുഭഗ്രഹങ്ങളാണെങ്കിലും 6, 8, 12 ഭാവാധിപത്യം കിട്ടിയാൽ അവരും നമുക്ക് രോഗങ്ങൾ വരുത്തിയിരിക്കും. ഇതാണ് മെയിൻ തത്വം. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് 6-ാം ഭാവാധിപന്, 8-ാം ഭാവാധിപന്, 12-ാം ഭാവാധിപന്, ഈ 3 പേരെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പേടിച്ചിരിക്കണം. അവരുടെ ദശാപഹാരങ്ങൾ നമുക്ക് എപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെയാണ്. അപ്പോൾ ആ സമയം നമ്മൾ നല്ല സ്വാത്വികനായിരിക്കണം. ഒരുവിധ അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ ചെയ്യണോ അതെല്ലാം ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തിയിരിക്കണം, മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യപാനം നിർത്തിയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ രാശികളിലൊക്കെ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ 6, 8, 12 ഭാവാധിപന്മാർ നിൽക്കുകയോ ചെയ്താൽ ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക, ബേക്കറി ആഹാരങ്ങളും കഴിവതും ഒഴിവാക്കുക, വീട്ടിലെ ആഹാരം മാത്രം കഴിക്കുക, സ്വാത്വികനാകുക. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, ഒരു ജാതകം നമുക്ക് നോക്കാം. കർക്കിടക ലഗ്നം, 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചൊവ്വ കർക്കിടക ലഗ്നത്തിന് യോഗകാരകനാണ്. എന്നാൽ ചൊവ്വ 4 നിന്നപ്പോൾ ആ ജാതകനെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ആ ജാതകത്തിൽ തന്നെ 6-ൽ ശനി നിൽക്കുന്നുണ്ട്. ആ ശനി വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുത്തി. പിത്താശയ സഞ്ചി എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ 9-ൽ കേതുകൊണ്ട് അയാളുടെ മുട്ടിന് വേദന, മുട്ടിന് പലപ്പോഴും പ്രശ്നങ്ങൾ, നടക്കാൻ പറ്റാതെ വരിക. അപ്പോൾ 3 പാപഗ്രഹങ്ങൾ നിന്നപ്പോൾ തന്നെ അവിടെ എല്ലാം പ്രശ്നമായി. 3-ൽ രാഹുവുണ്ട്. തൈറോയിഡ് വന്നു. തൈറോയിഡ് കൂടുകയും കുറയുകയും ഒരു ഇതില്ലാതെ, സ്ഥിരതയില്ലാതെ ഇത് ചെയ്യുവാണ്. സൂര്യൻ 5-ൽ വന്നു. അങ്ങേരുടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ എവിടെയൊക്കെ പാപഗ്രഹങ്ങളുണ്ടോ അവിടെ എല്ലാം രോഗങ്ങൾ വരുത്തുന്നു. അതാണ് ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ആ ദശാപഹാരം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പാപഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ, സാത്വികമായി പോവുകയാണെങ്കിൽ, നല്ല എക്സർസൈസോട് കൂടിയൊക്കെ ചെയ്ത് എല്ലാം യോഗ മുതലായ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സമയം നല്ല ശുഭകരമാക്കി ഒരസുഖവും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ജ്യോതിഷം നമ്മൾ നോക്കുന്നത് തന്നെ മുൻകൂട്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വിഷയമായിട്ടാണ്. നമ്മളൊരു മല കയറാൻ പോകുമ്പോൾ, രാത്രിയിലാണ് മല കയറുന്നത്, ആ മലയിൽ ഒരുപാട് വിഷമുള്ള പാമ്പുകളും അട്ടയും അങ്ങനെ പലതും, വലിയ വലിയ കുഴികൾ, കുപ്പിച്ചില്ല് എല്ലാം ഉണ്ട്. ഒരു ടോർച്ചാണ് ആ കയറുന്ന ആളിന് കൊടുക്കുന്നത്. അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ടോർച്ച് അങ്ങേർക്ക് ഉപകാരപ്പെടും. അതുപോലെ മുൻപോട്ട് പോകുന്ന കാര്യങ്ങൾ ആ ടോർച്ചിൻ്റെ വെളിച്ചത്താൽ നമുക്ക് കിട്ടുന്ന ഉപകാരം പോലെ ജ്യോതിഷം നോക്കി നമുക്ക് മുൻപോട്ട് നടക്കുന്ന കാര്യങ്ങൾക്കുള്ള തീരുമാനമെടുക്കാൻ
സാധിക്കുന്നതാണ്. അസുഖം വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഒരസുഖവും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇന്നത്തെ ഈ വിഷയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ചുരുക്കുന്നു.